ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ, ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും പഴയ ഒരു ഐക്യത്തോടു കൂടി ആയിരിക്കില്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ആളുടെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ബിഹേവിയറിനോ ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ കൂടെ ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് സമമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജീസ് ഉള്ള പേഴ്സൺസിനാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് കൂടുതലായിട്ടും റെസനേറ്റ് ആവാൻ സാധ്യതയുള്ളത്. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം മുൻകൈ എടുത്തിട്ടുണ്ടാവുക. അത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും ആളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ട് പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് ഒക്കെ തന്ന്, അല്ലെങ്കിൽ നല്ലൊരു കമ്മിറ്റ്മെൻ്റ് എല്ലാം തന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പേഴ്സൻ്റെ ഒരു മാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥ, ഇത് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്നോ ആകെ മൊത്തം കൺഫ്യൂസ്ഡായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. എന്തെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഓർഡർ ആൾക്ക് തന്നെ ഇല്ല, അല്ലെങ്കിൽ ആളുടെ മാനസികാവസ്ഥയ്ക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് ആളുടെ ഒരു എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ രണ്ട് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ രണ്ട് പേഴ്സൺസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ തന്നെ രണ്ട് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രണ്ട് സാഹചര്യങ്ങൾ കയറി വന്നത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണം. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ആൾക്ക് പഴയതുപോലെ പെരുമാറാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുത്തെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കയറി വന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അതായത് എങ്ങനെ ഇത് അവസാനിപ്പിക്കും അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങുമെന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇതിനകത്ത് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സുതാര്യമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലല്ല കടന്നു പോകുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു മറയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പരസ്പരം സ്നേഹമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതൊന്നും അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുക. ആളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ ചിലപ്പോൾ ദേഷ്യമായിരിക്കാം കൂടുതൽ ഏറ്റവും കാണിക്കുന്ന വികാരമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെതിരായിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അത് അത്രയധികം സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർ നിങ്ങളുടെ പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ ഈ ഒരു പേഴ്സണെ വെക്കണം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചില ക്ലാഷസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പരസ്പരം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനോ എല്ലാം ഇവർക്ക് കഴിഞ്ഞേക്കാം. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രോങ് ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒന്നുകൂടി മൗഢ്യപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യണം എന്ന ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഫൈനലി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു വഴക്ക് കൂടുന്നൊരവസ്ഥയിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് പോകുന്ന രീതി, എങ്ങനെ വേണമെങ്കിലും മാറിയേക്കാം. അതായത്
നമുക്ക് നമ്മളുടെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസ് എന്താണ് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് വഴി തിരിഞ്ഞ് വേറെ പല മാർഗ്ഗങ്ങളിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി സംസാരിച്ചു കഴിഞ്ഞാലും ശത്രുത കൂട്ടുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ എത്ര സ്നേഹത്തോടെയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്. ചിലപ്പോൾ നിങ്ങളെ എതിർത്ത് ഒരു വാക്ക് പോലും പറയാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവരായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു രീതിയിൽ പെരുമാറുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സൺ തന്നെയായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് ഒരുപാട് മേജർ ആർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മെൻ്റൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് മെയിൻ ഒരു റീസണായിട്ട് വന്നിരിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ള മറ്റൊരു സാഹചര്യം തന്നെയാണ് ഇതിനെ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനെ വേസ്റ്റ് ആക്കിയത്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകാൻ കഴിയുന്ന ഒരു ബന്ധം തന്നെയായിരുന്നു ഇത്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി വന്ന് പെടാനോ, ഇനി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മറ്റേതെങ്കിലും ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസായിട്ട് വരാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മളിതെല്ലാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമ്മളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ എക്സാക്ട്ലി നമ്മൾ ഇവിടെ അനുഭവിക്കേണ്ടുന്ന ചില കർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പലവരും നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലായിക്കോട്ടെ ഇൻ ബിറ്റ്വീൻ കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി തീരുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ എക്സ്പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഒരു മടിഞ്ഞു നിൽക്കുന്നതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ള സ്വാധീനം തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിലും നിങ്ങളുടെ പേഴ്സണെ അവരുടെ കൂടെ നിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആകുമ്പോൾ അത് ആരായാലും, അതൊരു റിലേഷൻഷിപ്പോ അവരുടെ ഫാമിലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയോ ആരാണെന്നുണ്ടെങ്കിലും അവരോടൊപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനെ നിർത്തുന്ന വ്യക്തികൾക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകുന്ന പേഴ്സൺസ് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എത്ര മോശമായാലും വേണ്ടില്ല എനിക്ക് തന്നെ സ്വന്തമാക്കണം, നമ്മൾ എന്താ പറയുക വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള പേഴ്സൺസാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിങ്സിന് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വിഷമിച്ച ആൾക്കാരൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്ന പേഴ്സൺസൊക്കെ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പേടിക്കാനോ, അല്ലെങ്കിൽ ഇതിനി എനിക്ക് കിട്ടിയിട്ടുണ്ടാവോ, എൻ്റെ പേഴ്സണിന് കിട്ടിയിട്ടുള്ളത് പോലെ നമുക്കും വന്നിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ആഫ്റ്റർ ഓൾ മാൻമെയ്ഡാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനാണ്. അപ്പം നമ്മൾ എന്തൊക്കെ വിചാരിച്ച് ആരെല്ലാം ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോ, അല്ലെങ്കിൽ അതിൻ്റെ അവർ ചെയ്യുന്നതിൻ്റെ പവറോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സുപ്രീം പവർ ഉണ്ട്, അതിന് മുകളിലേക്ക് ഇതൊന്നും വരില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില നിമിഷങ്ങളിൽ ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവർക്ക് ഏൽക്കാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ മാനസികമായിട്ട് ഒരുപാട് ഒരു മെൻ്റൽ സ്ട്രെങ്ത് അത്രയധികം ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സമയം അത്ര അനുകൂലമല്ലാതെ നിൽക്കുകയാണ്, കുറച്ച് ദോഷ സമയമോ അല്ലെങ്കിൽ കാഠിന്യമൊക്കെ കുറച്ച് കൂടിയിരിക്കുന്നൊരു സമയമാണ്, ദൈവാധീനം അത്രയ്ക്ക് ഇല്ലാത്തൊരു സമയമാണ്. അപ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾക്കിത് ഏൽക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ച് ഒരാളെ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് തളച്ചിടാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിർത്താനോ ഒന്നും സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ മൗഢ്യപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഒരു ബാധ്യത തന്നെയാണെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഓപ്പൺ ആയിട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകുന്നുള്ളതാണ്.
അത് ലൈഫ് ലോങ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ എല്ലാ കാലത്തും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു എനർജി അല്ല. തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. അതൊരു ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു വെളിച്ചമുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാം, അല്ലെങ്കിൽ എന്ത് ഹീനകൃത്യം വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാടുള്ള നാട് തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആറ്റിറ്റ്യൂഡിൽ പോവുകയും അല്ലെങ്കിൽ അങ്ങനെ പിടിച്ച പിടിയാലെ പല കാര്യങ്ങളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം വഴിയിൽ നേട്ടം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നവരെല്ലാം തീർച്ചയായിട്ടും അവർക്കൊരു കർമ്മ അനുഭവിക്കേണ്ടുന്ന പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്കത് വരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്രത്തോളം അവർ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനുള്ള കൂലി എല്ലാവർക്കും കിട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവരിത്രയും ഒരു ദുഷ്കർമ്മങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിൻ്റേതായിട്ടുള്ള സഫറിങ്സ് അവരുടെ ലൈഫിൽ മുന്നോട്ട് അനുഭവിക്കും. അല്ലെങ്കിൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കാം. ഈ ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്കും അതിനെ ഏറ്റവും കൂടുതലൊരു വേദനിക്കുന്ന അല്ലെങ്കിൽ അത്രയും നമുക്ക് പോലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് പെയിൻ തോന്നുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഫറിങ്സൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലല്ല, പകരം തീർത്തും ഒരു നോ കോൺടാക്റ്റിലാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ നിങ്ങൾ പോകുന്നില്ല, അവരും വരുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് വളരെയധികം സൈലൻ്റ് ആയിട്ടായിരിക്കും. അത്രയും നിങ്ങൾക്കൊരു ട്രസ്റ്റും ഹോപ്പും ഒക്കെ തന്ന് നിർത്തിയിരുന്ന പേഴ്സൺ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയതെന്ന് പോലും വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം നിങ്ങളുമായിട്ട് നേരത്തെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ കയറി വരാറുണ്ടായിരുന്നെങ്കിൽ ഇവർ പലപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിക്കെതിരെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയുള്ള വ്യക്തികളാണെന്നുള്ളത് അറിയുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയായിരിക്കാം. അപ്പോൾ അവരത് നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് വളരെയധികം ഫേവറബിളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന പേഴ്സണാണ് പെട്ടെന്ന് നമ്മൾ നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും എല്ലാം മാറി പറഞ്ഞു എന്ന് പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഫേവറായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് അത്ര നല്ല രീതിയിലല്ലാതെ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വലിയ അഭിപ്രായമില്ലാത്തൊരു പേഴ്സൺ പെട്ടെന്ന് ആ ഒരു സൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ആയിട്ട് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് വഴക്കടിക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറച്ചും കൂടി ന്യായീകരിച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് മാജിക്കാണ് ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾക്കിപ്പോൾ ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്നുള്ളതായിരിക്കും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ നിങ്ങളുടെ സാഹചര്യം ഈ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തീർച്ചയായിട്ടും മാറിപ്പോകുന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് മാജിക് പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില എഫക്റ്റുകൾ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അമിതമായിട്ടുള്ള കൈകടത്തൽ കാരണം ഇതിനകത്ത് ഒരു ട്രോമ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇതിനകത്ത് ഒരു ഡിവൈൻ മാജിക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേഴ്സൺസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് ഹീനമായിട്ടുള്ള രീതിയിലൂടെയും പേഴ്സണെ സ്വന്തമാക്കാം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന തേർഡ് പാർട്ടീസ് ഒരുപാട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ഈ ഒരു റീഡിങ്ങിന് മുൻപ് തന്നെ നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും നോക്കിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ചില ഇടപെടൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ കൂടി ഒരു സഹായം തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്ന ചില ഡാർക്ക് സിറ്റുവേഷൻസ് ഉണ്ടാവാം, നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് മാറിപ്പോകാൻ, എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചില കർമാസ് നമ്മളും അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവാം. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരനുഭവിക്കേണ്ടുന്ന അല്ലെങ്കിൽ അവർ പോകേണ്ടുന്ന വഴി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിനുള്ള ആ ഒരു ടൈം ചിലപ്പോൾ നമ്മൾ പലർക്കും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണം എന്ന് ചിന്തിക്കുന്നവരാണ്. പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെല്ലാം കർമ്മയാണോ അനുഭവിക്കാനുള്ളത് അത് അവർ ഫേസ് ചെയ്ത് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ട് അവർ നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളത് തന്നെ ചിന്തിക്കുക. അല്ലാതെ അവരൊരു ബാലൻസ് കർമ്മയും കൊണ്ട് നിങ്ങളിലേക്ക് വരാനും പിന്നെയും ഇത് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലാണോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പോയ പോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും അവരുമായിട്ട് ആ പഴയതുപോലെയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും മാനസികമായിട്ട് എൻ്റെ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, സോ ഇനി അവർ വരില്ലായിരിക്കും എന്ന് നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.